അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെച്ചിരിക്കുകയാണ്. ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നവരുണ്ട്. കൃത്യമായ നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ചോദിക്കാനുള്ളത്, ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് നേരിടുന്ന ഒരു സമയത്ത് രാജിവെച്ച് യാതൊരു തരത്തിലുമുള്ള കൃത്യമായ, അതായത് ഒരു പ്രതികരണവും നടത്താതെ, അവർ പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്, എങ്കിലും ഇതിനെ നമ്മൾ നേരിടും, ആരൊക്കെയാണ് പ്രശ്നക്കാരാണെന്ന് പഠിക്കും, ആ ഒരു നിലപാടായിരുന്നില്ലേ വേണ്ടത്? അല്ലാതെ ഈ ഒരു ഒളിച്ചോട്ടം, ഇതൊരു ഒളിച്ചോട്ടമായി പോയി എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് കറക്റ്റാണ്. അത് ആഹാരം കഴിച്ചോ? ഞാൻ കഴിച്ചു ആഹാരം. വീട്ടിലുള്ളവരൊക്കെ കഴിച്ചോ? വീട്ടിൽ അമ്മ അരി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നോ? ചോദിച്ചായിരുന്നു. അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ചിട്ട് ഇവിടെ സാധാരണക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എൻ്റെ വീട്ടിൽ രാവിലെ ചായ ഇട്ടു, അരി വെക്കുന്നുണ്ട്, ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഇത് ആർക്കാന്നേ? കുറെ സിനിമാക്കാർക്ക് മാത്രമാണ് ഇത് പ്രശ്നം, പിന്നെ നമ്മൾ മാധ്യമ പ്രവർത്തകർക്കും. അല്ലാതെ സാധാരണക്കാർക്ക് ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാനില്ല. പിന്നെ രാജി എന്താണ്? രാജി ആരാണ് രാജിവെച്ചത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതോ? എവിടെയാണ് പിരിച്ചുവിട്ടെ? എങ്ങും പിരിച്ചുവിട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ പത്രക്കുറിപ്പ് ഇറക്കി ഈ ഷോ കാണിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന അഭിപ്രായം പറയുവാനുള്ള പേടി, ഒളിച്ചോട്ടം. ജഗദീഷ് കാണിച്ച തണ്ടലിന്റെ ബലം, പൃഥ്വിരാജ് കാണിച്ച തണ്ടലിന്റെ ബലം മോഹൻലാൽ അടക്കമുള്ള ഒരുത്തനുമില്ല എന്ന് തന്നെ പറയണം. കാര്യം ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് ഇപ്പൊ ഇങ്ങനൊരു നടപടി നേരില്ല. മമ്മൂട്ടി പറഞ്ഞതുകൊണ്ടാണ് മോഹൻലാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു രാജി നടന്നില്ലായിരുന്നുവെങ്കിൽ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന അഭിപ്രായം പറഞ്ഞവരുടെയൊക്കെ പേര് പിന്നാലെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോപണങ്ങൾ വരും. ഞാൻ ഗൗതമിന് ഇവരുടെ പത്രക്കുറിപ്പ് വായിച്ചു കേൾപ്പിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹിക ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. കേൾക്കണം ഗൗതം. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനും. എവിടെയാ ഗൗതമേ രാജിവെച്ചേക്കുന്നേ? 2 മാസം താൽക്കാലികമായി ഇവിടെ തുടരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഷോ, ഒളിച്ചോട്ടം, മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം താരങ്ങളുടെ ഒളിച്ചോട്ടം. ഇത് നോക്കൂ, ഇനിയാണ് ഏറ്റവും വലിയ തമാശ. ഇതിലെഴുതിയിരിക്കുന്നു പ്രസിഡന്റ് മോഹൻലാൽ. നമുക്കറിയാം മോഹൻലാലാണ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ജഗദീഷ് ജയൻ ചേർത്തല, ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ഇവിടെ നമുക്കറിയാം സിദ്ദിഖ് ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് രാജിവെച്ചു എന്നാണ് നമ്മൾ കേട്ടെ. പിന്നെ എങ്ങനെയാ ഈ പത്രക്കുറിപ്പിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ആവുന്നേ? ഇന്നലെ ഇറങ്ങി ഈ പത്രക്കുറിപ്പിൽ ഇത് കാണിച്ചോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാവാൻ പറ്റുക? രാജിവെച്ചു. ആ രാജി സ്വീകരിച്ചോ എന്താണെന്ന് അറിയില്ല. പിന്നെ എന്താ ഇവരാരെയാ മണ്ടന്മാരാക്കുന്നത്? അല്ല, ഇവര് തന്നെ അതിൽ സ്വയം പറയുന്നു ഞങ്ങൾ അർഹരല്ല, വേറെ ആളുകൾ വരട്ടെ, അർഹരല്ല എന്ന് ഇവര് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ സമ്മതിച്ചു, അതവിടെ നിൽക്കട്ടെ, അത് അവരുടെ കാര്യം, അവരുടെ ഇന്റേണൽ കാര്യമാണത്. നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. ഇത് വിഷയമാകുന്ന എവിടെയാ? ഇവിടുത്തെ സ്ത്രീജനങ്ങളെ, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ മാന്താനും കഥകിനിട്ട് തള്ളാനും ചെല്ലുമ്പോഴാണ് ഇത് പ്രശ്നമാവുന്നത്. ഉമ്മ കൊടുക്കാൻ ചെല്ലുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ലിപ് ലോക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പോൾ ഈ നിലവിൽ ഈ അമ്മയ്ക്കകത്ത് എന്ത് നടന്നാലും സാധാരണക്കാരൻ ഒരു പ്രശ്നമില്ല. അവിടെ സാധാരണക്കാരനെ കയറ്റാറുമില്ല. മാധ്യമപ്രവർത്തകർക്ക് പോലും ചില ലക്ഷങ്ങൾ എറിഞ്ഞാലാണ് അവന്മാരുടെ മീറ്റിങ്ങിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ആരാ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാലോ. ഗൗതം പോയിട്ടുണ്ടോ അവിടെ അമ്മയുടെ മീറ്റിങ്ങിന്? റോഡിൽ നിന്നിട്ട് ദാ വരുന്നോ മോഹൻലാൽ, വണ്ടി കണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്തിട്ട് വരാനേ പറ്റൂ. അല്ലാതെ വേറെ ഒന്നും അവിടെ കയറി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവരുടെയൊക്കെ ജാട കാണാൻ പിന്നെ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ആർജവമുള്ള ഒരുത്തിനും പോകില്ലാതെ ഞാൻ പറയുന്നത്. ഇനി ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം. പ്രസിഡന്റ് മോഹൻലാൽ, ലാലേട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്. പ്രസിഡന്റ് അവർ അർഹനാണ്. വൈസ് പ്രസിഡന്റ് ജഗദീഷ് നല്ല മനുഷ്യനാണ്, ഹൈലി ക്വാളിഫൈഡ് ആണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹത്തിന് നിലപാട് പറയാൻ ഒരു പേടിയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ജയൻ ചേർത്തല, ജയചേട്ടൻ വല്ലപ്പോഴും ഒക്കെ വന്ന സിനിമകളിൽ അഭിനയിച്ചിട്ട് പോകുന്ന മനുഷ്യനാണ്. സീരിയലായിരുന്നു കൂടുതൽ, ഇപ്പോൾ കുറച്ച് സിനിമകളിലൊക്കെ കാണാറുണ്ട്. ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ വിവാദങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറഞ്ഞു വരുന്നത്. ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ജേക്കബ്, ബാബുരാജിനും പടമുണ്ട്, പടങ്ങളൊക്കെ കൊണ്ട് വന്ന് ചെയ്യാം. ട്രഷറർ ഉണ്ണി മുകുന്ദൻ, ശരി, സജീവമായി നിൽക്കുന്ന മനുഷ്യനാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരൂ. അനന്യയുടെ ഏത് സിനിമയാണ് ഈ ഇടയ്ക്ക് കണ്ടേ? ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ നാടോടി മന്നൻ, അതാണ് ഞാൻ കണ്ട അവസാന സിനിമ. അതിനുശേഷം പടം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അനന്യ ദേവിയത് ക്ഷമിക്കണം. അൻസിബ ഹസൻ, ദൃശ്യത്തിന് 3 പാർട്ട് ഇറങ്ങുവാണെങ്കിൽ ഇനി വേണമെങ്കിൽ കാണാം. അല്ലാതെ അൻസിബയ്ക്ക് എടുത്തിട്ട് എവിടെയാ പടം? ബിഗ് ബോസിൽ കണ്ടായിരുന്നു ഞങ്ങൾ. അൻസിബയ്ക്കും പടമില്ല. ജോയ് മാത്യു സാറിന് പടമുണ്ട്. ജോമോൾ എന്ന് സ്വന്തം ജാനകിക്കുട്ടിയോ മയിൽപ്പീലിക്കാവിലോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ.
നരച്ചിരിക്കുന്നതേ ഉള്ളൂ, വലിയ പ്രായമൊന്നുമില്ല. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഈ ജോമോളുടെ പടം കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് എവിടെയാ പടം? ആ ജോമോളും വന്നിരിക്കുക അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. എടാ, ഇത് താര സംഘടനയാണെങ്കിൽ സജീവമായി നിൽക്കുന്ന താരങ്ങളെ കൊണ്ടുവരാത്ത എന്താ? സജീവമായി നിൽക്കുന്നവർക്കല്ലേ ഈ പ്രശ്നങ്ങൾ അറിയൂ. അല്ലാതെ ഇതൊരു കോക്കസ്. ആ കോക്കസിന് ശ്രുതി പാടുന്ന കുറച്ച് പേർ ഒരു പാലം ഉണ്ടാക്കി ജയിപ്പിക്കും. കലാഭവൻ ഷാജോൺ പടമുണ്ട്. സരയു മോഹൻ കല്യാണം കഴിഞ്ഞ് പോയിട്ട് സരയു മോഹൻ എവിടെ പടം? സരയു മോഹൻ ഇന്ന് പ്രതികരിച്ചു എന്ന് പറയുന്നത് കേട്ടു. സരയു മോഹൻ രാജിവെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും രാജിവെക്കുക? പിരിച്ചുവിട്ടാണ്. പിരിച്ചുവിടാനുള്ള അധികാരം അവർക്കുണ്ടോ എന്ന് അവരുടെ ബയലോ പരിശോധിക്കണം. ഉണ്ടാവുമായിരിക്കാം. സുരാജ് വെഞ്ഞാറമൂട് പടമുണ്ട്, സുരേഷ് കൃഷ്ണ പടമുണ്ട്, ടിനി ടോം പടമുണ്ട്, ടോവിനോ തോമസ് പടമുണ്ട്, വിനു മോഹനും വലിയ പടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ എടുത്തു വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അനന്യയും ജോമോളും ഒക്കെ ആണോ മലയാളത്തിൽ സജീവമായി നിൽക്കുന്നവർ? സജീവമായി നിൽക്കുന്ന എത്രയോ പേരുണ്ട്, വളരെ ആക്റ്റീവായി നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ ഒരു 4 പേര് എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്തു വെക്കാൻ തയ്യാറാവുന്നില്ല? അല്ലെങ്കിൽ ഇവർ ഈ സ്ത്രീ സമത്വമൊക്കെ പറയുന്ന ഇവർക്ക് 50% സ്ത്രീകളെ എടുത്തു വെക്കാൻ പറ്റാത്ത എന്താ? സ്വാഭാവികമായിട്ടും ഈ വലിയ സർക്കാരിൻ്റെ പരസ്യങ്ങളിലും സിനിമകളിലും ഒക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, നാട്ടിലെ നീതിക്ക് വേണ്ടി ഒക്കെ മുണ്ടും മടക്കി കുത്തി മീശ വിരിച്ച് ഇവരൊക്കെ ഡയലോഗ് പറയുമ്പോൾ രോമം എഴുന്നേറ്റ് നിന്നിട്ടില്ലേ നമ്മുടെയൊക്കെ തിയേറ്ററിൽ? ഉണ്ടോ? കൈ അടിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ സ്വന്തം കൂടപ്പിറപ്പുകൾക്ക്, കൂടെ പ്രവർത്തിക്കുന്നവർക്ക്, സഹപ്രവർത്തകർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ എന്താ കാണിക്കുന്നത്? അതെ, ഒളിച്ചോടുകയാണ്. ആരുടെ മുഖം നോക്കണം? പൃഥ്വിരാജിന് പേടിക്കാമായിരുന്നില്ലേ? ജഗദീഷിന് പേടിക്കാമായിരുന്നില്ലേ? ഇവരെ പ്രതിസന്ധിയിലാക്കി. കഴിഞ്ഞ പൃഥ്വിരാജ് പ്രതിസന്ധിയിലാക്കി, ജഗദീഷ് പ്രതിസന്ധിയിലാക്കി. ഇവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാലത്തിന്റെ കാവ്യനീതിയാണിത്. ജഗദീഷ് അറിയാമോ? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് വന്ന് മോഹൻലാൽ വോട്ട് പിടിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട്. പ്രിയദർശൻ വന്ന് വോട്ട് പിടിച്ചു ഗണേഷ് കുമാറിന് വേണ്ടി. താരസംഘടനയിലെ ഒട്ടുമിക്ക ആളുകൾ വന്ന് വോട്ട് പിടിച്ചു. അന്ന് ഓപ്പോസിറ്റ് UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ പേര് ജഗദീഷ് എന്നാ. ഈ ജഗദീഷ് അന്ന് മത്സരിച്ചതിന്റെ പേരിൽ സിനിമകൾ ഉണ്ടായിരുന്നു. 2016 ശേഷം ജഗദീഷിന്റെ പടങ്ങൾ എടുക്കണം. പടങ്ങൾ തീരെ കുറവാ. പിന്നെ അയാൾക്ക് വന്ന് മാറ്റി പറയേണ്ടി വന്നു, അയ്യോ ഞാനല്ലായിരുന്നു, ഗണേഷ് കുമാർ ആയിരുന്നു അവിടെ ജയിക്കേണ്ടി വന്നിരുന്നത്, ജഗദീഷ് കുമാർ ആയിരുന്നു എന്നൊക്കെ ഇന്റർവ്യൂവിൽ വന്നിരുന്നത്. അല്ല, ഗണേഷ് കുമാർ ആയിരുന്നു ജയിക്കേണ്ടിയിരുന്നതൊക്കെ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ജഗദീഷിന് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആവാൻ പറ്റിയത്, ഇഷ്ടംപോലെ പടങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഒതുക്കാൻ ശ്രമിച്ച ആളാ പൃഥ്വിരാജ്. നമുക്കറിയാം, ഒരു സമയത്ത് പൃഥ്വിരാജിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് സിനിമയിൽ നിന്ന്. അനൗദ്യോഗികമായ വിലക്ക്, തൊഴിലിടങ്ങളിൽ നിന്നും തൊഴിൽ ചെയ്യാതെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് പൃഥ്വിരാജ്. അതുകൊണ്ടാണ് അവർക്ക് പ്രതികരിക്കാനുള്ള ആർജവം കിട്ടുന്നത്. കാലമേ നീ സാക്ഷി, എഴുതി വെച്ചോ, ഒരിക്കൽ ചെയ്യുന്നതിനെല്ലാം നാളെ തിരിച്ചടി കിട്ടും. ഇനി നമുക്ക് മറ്റേ പല കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ പുരാണങ്ങളിലൊക്കെ? എവിടെ പോയി ഒളിച്ചാലും തേടി വരാനുള്ളത് തേടി വരുമെന്ന്. തേടി വരിക തന്നെ ചെയ്യും. ഇനി ഈ അവസരം മുതലാക്കി പണം തട്ടാനും, ഈ അവസരം മുതലാക്കി ചാനൽ ക്യാമറകൾക്ക് മുന്നിലും വരാനും ശ്രമിക്കുന്ന കുറേ സ്ത്രീകൾ കൂടിയുണ്ട്. അവരെയും മനസ്സിലാക്കണം. ഇതിൽ ഇപ്പോൾ ആരോപണങ്ങൾ മുന്നോട്ട് വരുന്ന പല കേസുകളും ഫാബ്രിക്കേറ്റഡ് ആണ്. അവർക്ക് ലക്ഷ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു നടിയുണ്ട്. ഈ പേര് പറയുന്ന പല നടിമാരെ നമുക്കറിയില്ല. ഒരുപക്ഷെ ബാധിക്കപ്പെട്ടവരാകാം, നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല, അവരുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. പലരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നോക്കൂ, അതിനൊരു ഉദാഹരണം പറയാം. ജയസൂര്യയെ കുറിച്ചൊരു ആരോപണം, ജയസൂര്യ ആണ് എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഒരു ആരോപണം വരുന്നു. പിന്നീട് ആ സ്ത്രീ തന്നെ പറയുന്നു അത് ജയസൂര്യ അല്ല, മറ്റൊരാളാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജയസൂര്യക്കെതിരെ വേറൊരു ആരോപണം വന്നതുകൊണ്ട് അതിനകത്ത് ഈ പറഞ്ഞവർക്കാർക്ക് മനസ്താവം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ എന്തിനാണെന്നേ അങ്ങനെ ഒരു ക്ലൂ ഇട്ട് കൊടുക്കുന്നത്? അതിന് 2-3 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഇപ്പൊ നോക്കൂ, ഗൗതം മിനി മുനീറാണ് ഇതില് എന്താണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കുറെ പേർക്കെതിരെ ആരോപണങ്ങളുമായിട്ട് മിനി മുനീർ വരുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, നമുക്ക് പേരെടുത്ത് ചർച്ചയിലേക്ക് പോകണ്ട, അവിടെ നിൽക്കട്ടെ, തെളിവുകൾ പുറത്തു വരട്ടെ. ഇപ്പം ഗൗതം ഒരു സിനിമാ താരമാണെന്ന് വിചാരിക്കും. ഗൗതത്തിന് ഇച്ചിരി ഈ വിഷയത്തിൽ താല്പര്യമുള്ള ആളാണ്. പെൺകുട്ടികളെ കാണുമ്പോൾ 2 കമൻ്റൊക്കെ അടിക്കും, സുഖമാണോ, ഭർത്താവില്ലാതെ എങ്ങനെയാണ് കഴിയുന്നത് ഒക്കെ ചോദിക്കും. കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലെങ്കിൽ പൊട്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ പോകുന്ന ഒരാളാണെന്ന് നോക്കും. ആ സ്വഭാവം അറിയാവുന്ന, സിനിമയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മുഖം കാണിച്ച് നടക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. താൻ അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമയുടെ ലിങ്കൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊരു സാധനം. സ്വാഭാവികമായിട്ട് ഗൗതം എന്ത് ചെയ്യും? എടാ, ഇത് എങ്ങനെയും ഒന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഒരുപക്ഷെ ഗൗതമിന് ഓർമ്മയുണ്ടാവില്ല ആരോടൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ദൂതൻ ഇവരെ പോയി കാണും. ഒരു 10, 15, 20 ലക്ഷം രൂപ ചോദിക്കും, കൊടുക്കും, പറയും ഇത് ഇന്ന ആളല്ല. ഇങ്ങനെ ഒരു ചതി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മയിലെ രാജിയിലേക്കാണ് നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ രാജി എന്ന് പറയുന്നത് നാടകമാണ്, ഒളിച്ചോട്ടമാണ്. ഇവർക്ക് യാതൊരു വിധമായ ധാർമ്മികതയും ഈ സിനിമ കാണുന്ന പ്രേക്ഷകരോടില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രം. വയനാടിന് വേണ്ടി ഇവർ പണം പിരിക്കാൻ വേണ്ടിയിട്ട് അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെൻ്ററിൽ ഒരു ഷോ നടത്തി. എടാ, എല്ലാം തകർന്ന് തരിപ്പടമായി മണ്ണിനടി കിടക്കുന്നത് ഇപ്പോഴും 100 പേരെ കിട്ടാൻ കിടക്കുക. അവർക്ക് വേണ്ടി പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആട്ടവും പാട്ടും കൂത്തും തുണി ഉടുക്കാ ഡാൻസും. എന്തിനായിരുന്നു അത്? അമ്മ തീരുമാനിച്ചാൽ പോരെ, അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും ഒരു 10,000 രൂപ വെച്ചിടും.
താരങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. ആ പൈസ കൊടുത്താൽ പോരെ? നീ 1000 രൂപ വെച്ച് ടിക്കറ്റ് എടുത്തിട്ട് 1000 പേരെ കാണിച്ചാൽ കിട്ടുന്ന പൈസ ഒരാളിൽ നിന്ന് 10,000 രൂപ വെച്ച് പിരിച്ചാൽ കിട്ടില്ലേ? പൈസ ഇല്ലാത്തവർ കൊടുക്കണ്ട, പൈസ ഉള്ള താരങ്ങൾ കൊടുക്കട്ടെ. 2 ലക്ഷം രൂപ മെമ്പർഷിപ്പ് മേടിക്കുന്നതല്ലേ? ആ മെമ്പർഷിപ്പും കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. കിടന്നു കൊടുത്താൽ മതി, 2 ലക്ഷം രൂപ മെമ്പർഷിപ്പ് ഇല്ലാതെ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് പ്രശ്നം? നമ്മൾ മാധ്യമ പ്രവർത്തകർക്കും പിന്നെ വീട്ടിൽ ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമേ അല്ല. പുതിയ അവർക്ക് വേറെ കാര്യങ്ങളുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോയി മറ്റേ ലൈറ്റും വെച്ച് റബ്ബർ വെട്ടി പാലെടുത്ത് ഉറയൊഴിക്കുന്നവന് ഇത് പ്രശ്നമല്ല. രാവിലെ പശുവിനെ കറന്ന് അന്നം ഉണ്ടാക്കുന്നവന് ഇത് പ്രശ്നമല്ല. ഓട്ടോ ഓടിച്ച് ഉപജീവനം കഴിക്കുന്നവന് ഇത് പ്രശ്നമല്ല. ബസ്സിൽ കണ്ടക്ടറായിട്ടും ഡ്രൈവറായിട്ടും പോകുന്നവന് ഇത് പ്രശ്നമല്ല. തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങൾക്ക് അവർക്ക് ചിലപ്പോൾ ഒരു ഇറക്കി കിട്ടുന്ന ഗ്യാപ്പിൽ കഥ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ആർക്കാ പ്രശ്നം? നമ്മൾ കുറച്ച് മാധ്യമ പ്രവർത്തകരും ഈ ആളുകളും ഈ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും. ഇതിനെക്കാട്ടി വലിയ കള്ളന്മാർ അപ്പുറത്തിരിപ്പുണ്ട്. ഇത് 4.5 വർഷം പൂഴ്ത്തി വെച്ചവന്മാർ. അമ്മയിലേക്ക് നമുക്ക് പിന്നെ വരാം. എന്തായാലും ഇത് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഈ അമ്മയിലെ രാജി ഒളിച്ചോട്ടമാണ്, 100% ഒളിച്ചോട്ടമാണ്. മാധ്യമങ്ങളോട് അഭിപ്രായം തുറന്നു പറയാതെ മാധ്യമങ്ങളോട് രാജിയല്ല, ഇതൊരു നാടകമാണ്. അവർ തിരിച്ചു വരുന്നല്ലേ? രാജിനാടകം. പുതിയ കമ്മിറ്റി ഒന്നും വരുന്നില്ല. ഇതൊക്കെ ഒരു അടുത്തൊരു സെൻസേഷണൽ വാർത്ത വരട്ടെ. ഇവരൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും ഒരു ദുരന്തം നടക്കണേന്ന്. ക്യാമറ കണ്ണുകൾ അങ്ങോട്ട് പോയിക്കോളുമല്ലോ. വേറെ പുതിയ വാർത്ത വരാത്തോണ്ടാ, സീരിയസ്ലി പുതിയ വാർത്ത വരാത്തോണ്ടാ. അത് കഴിയുമ്പോൾ ഇത് അവസാനിച്ചോളൂ.